ഞാനൊന്ന് ഫോൺ ചെയ്താ 3 ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാർ ഓട്ടോ അടക്കം എടുത്ത് ഇങ്ങോട്ട് വരും. എങ്ങനെ നോക്കിയാലും സാധാരണക്കാരായ ഓട്ടോക്കാരുടെ അടിയുടെ ചൂട് എന്തായാലും നിങ്ങളുടെ കയ്യിലെ പളപള തഴമ്പിനുണ്ടാവില്ല. നിന്നോടൊക്കെ പറയാ, മര്യാദക്കാണെങ്കിൽ ഞാൻ ഈ സാറിനോട് 2 വാക്ക് സംസാരിച്ച് പോയിക്കോളാം. അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഐക്യം കാണണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അങ്ങനെയാവും. എന്താ വേണ്ടേ? പറ. മാറിക്കങ്ങോട്ട്. കമല, ആശാനെ, നീ ആ അനുസരണയുള്ള കൂട്ടുകാർക്ക് ഒരു കമ്പനി കൊടുക്ക്. ഞാൻ ഈ സാറിനോട് 2 വാക്കൊന്ന് സംസാരിക്കട്ടെ. എന്താ അതിന്റെ ആവശ്യം? ആവശ്യം എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പൊ എനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിപ്പോ നീ സമ്മതിച്ചില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ കഴിക്കുന്നത് അരിയാഹാരം തന്നെയാ. കേട്ടോടാ മക്കളെ, ഈ ഓട്ടോ ചേട്ടൻ വന്നതേ പുതിയ ഭീഷണിയും കൊണ്ടാ. ഇങ്ങേര് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന്. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് വന്നേക്കാം. ഞാൻ പക്ഷേ രാത്രി ചപ്പാത്തിയാ. അത് ഈ ചേട്ടന്മാർക്ക് പിടിക്കുമോ എന്തോ. എനിക്കൊരു കാര്യം അറിയേണ്ടതുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് നീ ബുദ്ധിപരമായി അടിച്ചു മാറ്റിയ 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറടാ, നീ എന്ത് ചെയ്യും? പറയടാ. ഇവന്റെ നാവിറങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഒന്ന് കൊടുക്കണം നസീർ, അവന്റെ ചെകള നോക്കി. ഒരു ഭീഷണിക്കാരൻ വന്നിരിക്കുന്നു. എന്റെ ആശാനെ നിക്കടാ. മാറി നിക്കടാ. ആശാനെ, ആശാനെ, പറയടാ. നടക്കടാ.